ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു നൈസ് വേൾഡ്. ഈ വേനലവധിയിൽ ഫാമിലിയായി പോകാൻ പറ്റിയ ഒരു കിടിലൻ ഫോറസ്റ്റ് സ്റ്റേ ഞാൻ നിങ്ങളെ പരിചയപ്പെടും. മഴയിൽ കുളിച്ചു നിൽക്കുന്ന മൂന്നാറിന്റെ മരങ്ങൾ നിറഞ്ഞ പാതയിലൂടെ ഞങ്ങൾ അല്പനേരം സഞ്ചരിച്ചു. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മഴ ഏകദേശം കുറഞ്ഞ സമയത്ത് നമ്മൾ കുണ്ടല ഡാമിലെത്തി. യൂക്കാലിപ്റ്റസ് മരങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വിനോദസഞ്ചാരികളെ കാത്ത് ഉപജീവന മാർഗത്തിനായി നിൽക്കുന്ന ചെറിയ ചെറിയ കച്ചവടക്കാരെ നമുക്ക് കാണാൻ കഴിയും. പരിസരമെല്ലാം നല്ല വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. ഡാമിന്റെ മുകളിലൂടെ ഒരു സഞ്ചാര പാതയുണ്ട്. അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടി പഞ്ചായത്തിലെ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള വഴിയിൽ നിന്നും 20 കിലോമീറ്റർ അകലെയാണ് കുണ്ടള അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. സേതു പാർവതി അണക്കെട്ട് എന്നും അറിയപ്പെടും. പെരിയാർ നദിയുടെ കൈവഴിയായ മുതിരപ്പുഴ നദിയിൽ 1947 ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. 1946 കേരളത്തിലെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിക്ക് കീഴിലാണ് ഈ മനോഹരമായ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. പച്ചയായ പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. വർഷത്തിൽ 2 തവണ പൂക്കുന്ന ചെറി ബ്ലോസം മരങ്ങളും ഈ പ്രദേശത്തിനടുത്തുണ്ട്. 1700 മീറ്റർ ഉയരവും 259.38 മീറ്റർ നീളവുമുള്ള കൊത്തുപണി അണക്കെട്ടാണ്. ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടാണ്. മഞ്ഞ് നിറഞ്ഞ മലനിരകളും പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഈ ഡാമിൻ്റെ മുകളിലൂടെ നടക്കാൻ എന്തൊരാനന്ദം. ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. പരിസരങ്ങളിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പതിയെ അവിടെ നിന്നും യാത്ര തുടർന്നു. തേയിലകൾ കൊണ്ട് മലയെ പുതച്ചു നിൽക്കുന്ന വഴിയിലൂടെ നമ്മൾ യാത്ര തുടർന്നു. എത്ര മനോഹരമാണ് ഈ ഒരു കാഴ്ചകൾ കാണാൻ. ഡാമിൻ്റെ പരിസരത്ത് നിന്ന് ജീപ്പ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് അവർ നമ്മളെ ആക്കിത്തരും. അപ്പ് ആൻഡ് ഡൗൺ. ഇതിന് കുറച്ച് 1000 സംതിങ് ക്യാഷ് കൊടുത്തേച്ചാൽ മതി. സ്വന്തം വാഹനത്തിൽ പോകുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ സൈഡിൽ ഇതേപോലെ കാടുകളൊക്കെ നിറഞ്ഞിരിക്കുന്നതാണ് വണ്ടിക്ക് പോറലുകളൊക്കെ സംഭവിക്കും. പിന്നെ അടിയൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. വലിയ വണ്ടിയാകുമ്പോൾ ആ ഒരു വിഷയം വരുന്നില്ല. എന്നാലും കാറുകളിൽ വരുന്നവരുണ്ട്. അപ്പോൾ അത് ചെക്ക് ഇൻ ചെയ്യാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടം വരെയാണ് ജീപ്പ് വരുള്ളൂ. പിന്നെ നമ്മളങ്ങോട്ട് നടക്കണം. ഈ സ്ഥലത്തിൻ്റെ പേര് മത്താപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ആനമുടി ഷോല നാഷണൽ പാർക്കാണ്. പ്ലാസ്റ്റിക് കവറുകൾ, ബോട്ടിലുകൾ ഇതൊന്നും നമ്മൾ ഫോറസ്റ്റിൽ നിക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെ നിക്ഷേപിച്ച് അവർ കണ്ടു കഴിഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷയും ഫൈനും ഈടാക്കുന്നതാണ്. 3 വർഷം വരെ തടവൊക്കെ ഉണ്ടാകുന്നതിന് നമ്മൾ ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പോകുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണം. കവറുകളും കുപ്പികളൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം. ഈവനിങ് സമയമായതുകൊണ്ട് മഞ്ഞൊക്കെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന ടവറിൻ്റെ മുകളിലൊക്കെ കയറിയാൽ അതിമനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വന്യമൃഗങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ആന, കടുവ, കരടി. കാടിലൂടെ കുറച്ച് നടക്കണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താൻ. ഇതുപോലുള്ള വീടുകളിലായിരിക്കും നമ്മുടെ സ്റ്റേ. അതുപോലെ BSNL മാത്രമാണ് റേഞ്ച് ഉണ്ടാകത്തുള്ളൂ. നല്ല വൃത്തിയോടു കൂടിയാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം അവർ നോക്കി നടത്തുന്നത്. അപ്പം നമ്മളും ഇതേപോലെ നല്ല രീതിയിൽ കൊണ്ട് നടക്കുക. ഇതെല്ലാം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കാണുന്ന കാഴ്ചകളാണ്. നമ്മൾ താമസിക്കാൻ പോകുന്നത്
ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഒരു റിസോർട്ടിലാണ്. നമുക്ക് കൂട്ടായിട്ടൊരു ഡോഗും വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ. രാത്രിയൊക്കെ ആവാൻ നേരത്ത് പൊളി വൈബായിരിക്കും ഇതിൻ്റെ മുകളിൽ. ഏതായാലും നമുക്ക് ഭാഗ്യമുണ്ട്, ഒരു മലയണ്ണാനെ കാണാൻ പറ്റി. മലയണ്ണാൻ അവിടെ എന്തൊക്കെയോ അഭ്യാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം ഞങ്ങൾ കണ്ടു. എന്നിട്ട് പതിയെ ഞങ്ങൾ അവിടെ നിന്ന് അതിന് ശല്യം ഉണ്ടാക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. കമ്പുകൾ കൊണ്ട് വഴി അടച്ചിട്ടുണ്ട്. ഡോഗ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. നോക്ക് ഗായ്സ്, ഈ കാണുന്ന മനോഹരമായ സീനറിയൊക്കെ കാണണമെങ്കിൽ നമ്മൾ എവിടെ വരണം? മൂന്നാർ ആനമുടി ഷോല പാർക്കിൽ വരണം. തണുപ്പായതുകൊണ്ട് ആരും കുളിക്കാതെ ഒന്നും ഇരിക്കൊന്നും വേണ്ട. കുളിക്കുന്നവരാണെങ്കിൽ ഹീറ്റർ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.